ആക്ച്വലി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത്, എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണേന്ന്. അതെ, എന്തിനു ചെയ്തു, ഇത് തന്നെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രശ്നേഷിനൊരു ഫോർച്യൂൺ കാർ പാർട്ട് 2 കഴിഞ്ഞ ദിവസം അതിൻ്റെ പാർട്ട് 1 ആയിട്ട് വന്നിരുന്നു. ഇതിപ്പോൾ പാർട്ട് 2 ആണ്. അമ്മയും അനിയത്തിയുമാണ് പ്രധാന വില്ലന്മാർ. അമ്മയും അനിയത്തിയുടെ കേസിൽ മകനും ഭാര്യയുമാണ് വില്ലൻ, മകന്റെയും ഭാര്യയുടെയും കേസിൽ അമ്മയും അനിയത്തിയുമാണ് വില്ലൻ. കുടുംബ പ്രശ്നമാണ്, നല്ല രീതിയിലുള്ളൊരു കുടുംബ പ്രശ്നം അവരുടെ വീട്ടിൽ നടന്നു. ആ പ്രശ്നം ഇപ്പോൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു കൂവാണ്. പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഇപ്പോൾ പ്രശ്നേഷും ഭാര്യയും വന്നിട്ടുള്ളത്. നമുക്കത് കേട്ട് നോക്കാം. അതുപോലെ നമ്മൾ പരാതി കള്ളക്കേസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ല. നമ്മുടെ ആകെയുള്ള ഒരു ടൂൾ സോഷ്യൽ മീഡിയ ആണ്. അല്ലാതെ ആൾബലോ അവരുടെ പോലെ ആൾബലോ നാട്ടുകാരുടെ ബലോ പാർട്ടിക്കാരുടെ ബലോ ഒന്നുമില്ല. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട, ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറെ ഒന്നും അല്ല പറയുന്നത്. എന്താ ഗുണ്ടിച്ചി, ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്നെ വിളിക്കണ്ട അങ്ങനെ പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഗുണ്ടി എന്ന് പറയുന്നത് ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടച്ചി എന്നല്ല പറഞ്ഞു, വേറെ ഒന്നും. ശരി, ഇത് എന്തോന്നടേ, നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്. ഇതിപ്പോ എന്നെയും കൂടി കൺഫ്യൂസ് ചെയ്യിപ്പിച്ചല്ലോ. സത്യത്തില് ഏത് വാക്കാണ് കറക്റ്റ്? അങ്ങനെ ഒരു വാക്കില്ല. ഗുണ്ട എന്നുള്ളൊരു വാക്കേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതിന്റെ സ്ത്രീലിംഗം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം മാത്രമാണ്, ഈ വീഡിയോയുടെ അവസാനം മാത്രമാണ് ഇവരെന്തുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത് എന്ന് പറയുന്നുള്ളൂ. അപ്പം ആ പറയുന്നതിലേക്കുള്ളൊരു പ്രോസസ്സാണ്. ഇവരുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ പ്രശ്നം നടന്നിട്ടുണ്ട്. അമ്മയും അനിയത്തിയും ഭാര്യയും ഭർത്താവും എല്ലാം തമ്മിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6-7 വർഷം കൊണ്ട് ഇവരുടെ കുടുംബം നോക്കുന്നത് പ്രശ്നേഷ് എന്ന് പറയുന്ന ഈ രോഹിത്താണ്. അച്ഛൻ പോയതിനു ശേഷം അമ്മയും അനിയത്തിയും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഈ രോഹിത്താണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയും നാള് നിലനിന്നിരുന്ന മകൻ പെട്ടെന്ന് കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് സ്നേഹവും പരിഗണനയും ഒക്കെ ഭാര്യയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകും. അമ്മായിയമ്മയും മരുമകളും നാത്തൂനും ഒക്കെ തമ്മിൽ വലിയ പ്രശ്നമുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമാകും, പറച്ചിലാകും. ആ ചോദ്യവും പറച്ചിലും അവസാനം വലിയ വഴക്കിലേക്ക് കലാശിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ വലിയ വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അങ്ങനെ ഭാര്യയെയും ഭർത്താവിനെയും ഇറക്കി വിടുന്നു വീട്ടിൽ നിന്ന്. അതായത് മകനെയും മകന്റെ ഭാര്യയെയും അമ്മയും അനിയത്തെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, പടിയടച്ച് പിണ്ടം വെക്കുന്നു. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങിപ്പോയപ്പോൾ ഇവരെ തിരിച്ച് കയറ്റത്തില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലല്ല ഇവർ ഇറങ്ങിപ്പോയത്. എന്നാൽ അമ്മ അനിയത്തെയും പിന്നെ അവിടേക്ക് കയറ്റിയില്ല. കയറ്റാതായപ്പോൾ ഇവരുടെ സാധനങ്ങളും പണി സാധനങ്ങളും പിന്നെ ഭാര്യയുടെ ഓർണമെന്റ്സ് എന്നുള്ളത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണത് മ്യൂട്ട് ചെയ്തത് എന്നെനിക്ക് മനസ്സിലായില്ല. പക്ഷേ കമന്റിൽ ഞാൻ കണ്ടു ഇവരുടെ നോ ഗോൾഡ് വെഡ്ഡിങ് ആണെന്നാണ് ഇവർ പറഞ്ഞു നടന്നിരുന്നത്. അതുകൊണ്ടായിരിക്കണം ഓർണമെന്റ്സ് എന്ന് പറയുന്ന ആ ഭാഗം മ്യൂട്ട് ചെയ്തത്. അപ്പൊ ഇവരുടെ എല്ലാ സാധനങ്ങളും അവിടെയാണ്. അപ്പൊ പണി സാധനം എടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പണി സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പ്രശ്നേഷും ഭാര്യയും ഒരു ദിവസം പാതിരാത്രി 11 മണിയായപ്പോൾ അവിടേക്ക് ചെല്ലുന്നു. ആ സമയത്താണ് അന്ന് നടന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവർ ഗുണ്ടകളെ കൊണ്ടുപോയി അങ്ങോട്ട് ചെന്നു, അവർ തിരിച്ച് ഗുണ്ടകളെ വെച്ച് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവം നടക്കുന്നത് പാതിരാത്രി 11 മണിക്കാണ്. അതുകൊണ്ട് ഞാൻ രാത്രി അമ്മ പറഞ്ഞതുപോലെയാണ് 11 മണി കഴിഞ്ഞ് കാണുമെന്ന് പറഞ്ഞിട്ട് 11 മണിക്ക് നമ്മൾ അവിടെ ചെന്നു. വണ്ടി അവിടെ വാതിക്കലേക്ക് ഒതുക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആയി, വീടിന്റെ കഥ അടഞ്ഞു പോണത് കണ്ടു, പൂട്ടി വെച്ച് കേട്ടു, ലൈറ്റ് ഓഫ് ആക്കി ഇവര്. അപ്പോൾ ഞാൻ ചിന്ത ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാതിക്കുന്ന ഗേറ്റിൽ കുറച്ച് നേരം കൊട്ടിയിട്ട് ഇവർ തുറക്കണില്ല. അങ്ങനെ ഫോൺ വിളിച്ചു. അമ്മയും ലാസ്റ്റ് സഹി കേട്ടിട്ടാണ് ചിഞ്ചുവിനെയും ഫോൺ വിളിച്ചത്. ഫോൺ എടുക്കണില്ല, അകത്ത് ബെല്ലൊക്കെ ഉണ്ട്. അവർ ജസ്റ്റ് പൂട്ടി, നമ്മളെ കണ്ടോണ്ട് പൂട്ടിയാണ്, നമ്മൾ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അകത്ത് അല്ലി പുറത്ത് വാതിക്കുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂട്ടിയപ്പോഴത്തേക്കും അങ്ങനെയാണ് അല്ലിയെ പുറത്താക്കിയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഗേറ്റ് ചാടി അകത്ത് കയറി. കാരണം എൻ്റെ പേരിലാണ് ആ വീട് ഇപ്പോഴും ലീസ് എഴുതിയേക്കുന്നത്. എൻ്റെ പണി സാധനങ്ങൾ, എൻ്റെ പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണി സാധനങ്ങൾ ആ വീടിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ച് അമ്മയ്ക്ക് ചോദിച്ചിട്ടാണ് വന്നത്. മാത്രമല്ല ഗേറ്റ് കുറേ നേരം ഒച്ചുണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഇടിക്കാൻ വരുമെന്ന് എനിക്കറിയാം. കാരണം ഓൾറെഡി ഇവരെ ആൾക്കാർക്കിലൊക്കെ കഴിഞ്ഞോട്ട് ആൾക്കാർ ഇടിക്കാൻ വന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇടിക്കണ്ട എന്നുള്ള രീതിയിലൊന്നും അല്ല, ഇടി ഉണ്ടാവണം എന്ന രീതിയിൽ എൻ്റെ അമ്മയ്ക്ക് നിന്നത്. നമ്മൾ അത്യാവശ്യം അലർജിയുള്ള ഇടിയൊക്കെ പല സ്ഥലങ്ങളിൽ ആവത്തുള്ള പ്രായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് ഏത് വൈബാണെന്നുള്ളത്. അപ്പോൾ അടി കൊള്ളിക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും അടി അവിടെ നിന്ന് കൊള്ളിക്കാൻ നോക്കുമെന്ന് എനിക്കറിയാവുന്നത്. ഞാൻ ചാടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജനലിൻ്റെ അവിടെ ഞാൻ ബെല്ലടിച്ചിട്ടൊന്നും അനക്കില്ല. കുറഞ്ഞ ബെല്ല് എനിക്കൊന്ന് അകത്തുനിന്ന് ഊരിയിട്ട് തോന്നുന്നു, ബെല്ല് കേൾക്കണില്ലായിരുന്നു. ഞാൻ കഥയിൽ കൊട്ടി നോക്കി, അപ്പോൾ അനക്കില്ല.
ഞാൻ ജനലിൽ കൊട്ടിയിട്ട് ജനലിൽ അവിടെ ചെന്ന് അവിടെ അകത്ത് എന്തോ കുശു 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 ചിഞ്ചു ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ. അപ്പോൾ ഞാൻ കൊട്ടിയിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പണിയുടെ സാധനം അത്യാവശ്യമാണ് അമ്മ, നാളത്തേക്ക് പണിയുള്ളതാണ്, അത് കളയാൻ പറ്റാത്ത പണിയാണ്, അത്യാവശ്യം ആയതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല, ഞാൻ അതെടുത്തിട്ട് പൊക്കോളാം, വേറെ ഒന്നും എടുക്കുന്നില്ല, എൻ്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രമെങ്കിലും എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരനക്കില്ല. ലാസ്റ്റ് ഞാൻ അത് കഷ്ടമായിപ്പോയി. മകന്റെ പണി സാധനം കൊടുക്കാതെ പൂട്ടി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയായില്ല. ഇവിടെ സത്യത്തിൽ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അമ്മയുടെ ഭാഗത്തും അനിയത്തിയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ഭാര്യയുടെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. രണ്ടാൾക്കാരും തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് രണ്ടുപേരും മറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം. അമ്മയും അനിയത്തിയും പോരടിക്കുന്നത് മകനോടും ഭാര്യയോടും, മകനും ഭാര്യയും പോരടിക്കുന്നത് അമ്മയോടും അനിയത്തിയോടും. ഇപ്പൊ കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ചെറിയ നിസ്സാര പ്രശ്നങ്ങളാണ്, നിസ്സാര വഴക്കുകളാണ്, അത് പിന്നെ വലിയ ബഹളത്തിലേക്ക് കലാശിച്ചു. വലിയ ബഹളത്തിലേക്ക് കലാശിച്ചതിന് ശേഷം എല്ലാം കൂടി വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വലിച്ചിട്ട് അങ്ങ് പ്രസംഗമാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അങ്ങ് ബഹളമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനു പറയുന്നു? നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകാം, ആ പ്രശ്നം വന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു, അത് വളരെ മിനിമലായിട്ട് വന്ന് ഷെയർ ചെയ്യുക. എല്ലാ കാര്യവും കൂടി സോഷ്യൽ മീഡിയയിൽ വലിച്ചിടാതെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിഹാസ പാത്രങ്ങളാക്കാതെ ഇരിക്കുക. ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന ഈ രോഹിത് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല. അമ്മയെക്കുറിച്ചും അനിയത്തിയെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് രോഹിത് സംസാരിക്കുന്നത്. അതേപോലെ സ്വന്തം മകനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അമ്മയും സംസാരിക്കുന്നത്. ചേട്ടനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അനിയത്തി സംസാരിക്കുന്നത്. എന്താ കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണ് മാന്യന്മാരാണെന്ന്. എടി എൻ്റെ അനിയത്തിയോടാണ്, എടി നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ വരെ അച്ഛൻ 2019 ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അന്ന് തൊട്ട് ഈ 2025 വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ എന്നെ അമ്മ മാന്യനല്ലേ? എന്നെക്കാളും മാന്യനാണ് നിനക്ക് അവന്മാരൊക്കെ? അവന്മാര് നിനക്ക് ഒരു ദിവസത്തെ അന്നം തന്നിട്ടുണ്ടാ? നീ പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മര്യാദ, കുറച്ചൊക്കെ ഇത്രയും കാലം എൻ്റെ ചിലവിൽ ജീവിച്ചതാണെന്നുള്ള ബേസിക് ബോധം വേണം. അതിന് എന്നോട് നന്ദി വേണ്ട, എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ വന്ന് കടപ്പെട്ടൊന്നും കിടക്കണ്ട. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കരുത്. നീ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീടിന് വേണ്ടി ചിലവ് നോക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഡയലോഗ് പറയാം. അല്ലാതെ വീട് നോക്കിയ മാന്യന്മാർ എന്ന് ഈ എൻ്റെയൊക്കെ വന്നിട്ട് തെറി പറയാൻ വന്നവന്മാരെ കുറിച്ച് നീ വലിയ ന്യായം പറയണ്ട. അവന്മാർ എന്തൊക്കെ തരുമെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സപ്പോർട്ട് തരുമെന്നൊക്കെ പറഞ്ഞാലും നാളെ അവന്മാർക്കൊരു അവസരം വരുമ്പോൾ നിന്നെയും അമ്മച്ചിയെ ഒക്കെ നല്ല രീതിയിൽ മുതലെടുക്കാനേ നോക്കുകയുള്ളൂ. അത് നിങ്ങൾക്കും അറിയാമായിരിക്കും. നിങ്ങളിപ്പോൾ തിരിച്ച് അവന്മാരെ മുതലെടുക്കുമായിരിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം കഷ്ടമെന്നല്ലാതെ എന്തു ഇതിനെയൊക്കെ പറയുന്നത്. സ്വന്തം അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ചെയ്തു കൊടുത്തതിന്റെ കണക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുവാണ്. ഒരു ഭാര്യ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴേക്കും, ഒരു മരുമകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. ചില അമ്മായിയമ്മമാർക്കും നാത്തൂന്മാർക്കും ഭാര്യയെ അധികമായിട്ട് മകൻ സ്നേഹിക്കുന്നത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഭാര്യയുടെ ഭാഗത്തും തെറ്റുണ്ട്. നാത്തൂനെ കുറിച്ചും അമ്മായിയമ്മയെ കുറിച്ചും ഒക്കെ തന്നെ കുറ്റം ഭാര്യ ഭർത്താവിനോടും അങ്ങ് പറഞ്ഞു കൊടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. നാത്തൂനോടുള്ള വഴക്കാണ് ഈ രീതിയിൽ അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള വഴക്കായിട്ട് കലാശിച്ചത്. അതോടൊപ്പം തന്നെ മരുമകളോടുള്ള ദേഷ്യമാണ് അമ്മയും മകനും തമ്മിലുള്ള ദേഷ്യത്തിലേക്ക് കലാശിച്ചത്. ഇതാണ് സംഭവം. അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക. നിങ്ങൾ വന്ന് പ്രശ്നങ്ങൾ ഷെയർ ചെയ്തു, ഞങ്ങൾ വഴക്കിട്ടു, ഞങ്ങൾ വഴക്കാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പക്ഷേ ഈ രീതിയിൽ വളരെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ അനിയത്തിക്ക് 10-20 കാമുകന്മാരുണ്ട് എന്ന് വന്ന് ഒരു ചേട്ടൻ സംസാരിക്കുമ്പോൾ ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ മനസ്സിലാക്കി കുറച്ചും കൂടി പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ട് പബ്ലിക് ആക്കേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കുക. പറഞ്ഞ പോലെ പൊളിറ്റിക്സ് അവരുടെ സൈഡിലുണ്ട്, കുറേയൊക്കെ കണക്ഷൻസും ഉണ്ട്. അത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും അതൊക്കെ അവരുടെ കുട്ടൻസ് ആണ്, അവരുടെ ട്രിക്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ടീംസിൻ്റെയൊക്കെ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിക്കും കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്നൊരു സാധനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ ആളും ബലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സാധനം വെച്ചിട്ട് ഈ ഗുണ്ടകളെ ഒന്ന് ഒഴിവാക്കണം. ആ ഗുണ്ടകളിൽ നിന്ന് എനിക്ക് എന്നെ ഇവളെയും എൻ്റെ വണ്ടിയെയും ഇവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന സാധനങ്ങളെയും സേഫ് ആക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി മൂവ് ചെയ്യണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉത്തരം. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇടുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല, കുറേ നാളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ അത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാർട്ടായിട്ട് ഇടുന്നത്. ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല കേട്ടോ. ഈ പറഞ്ഞതിനർത്ഥം പാർട്ട് 3ഉം പാർട്ട് 4ഉം പാർട്ട് 5ഉം ഒക്കെ ഉണ്ടെന്നല്ലേ? പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ?
ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ട വ്യൂവേഴ്സിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തില് ഇനി ഇങ്ങനെ പാട്ടുകളായിട്ട് തുടരെ ഈ തുടർ പരമ്പര പോലെ ഇതിങ്ങനെ മുന്നോട്ട് പോകും കുറച്ച് നാളത്തേന്. അവസാനം ഇവർ BMW വരെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർച്യൂണറിൽ അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല, ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BMW-വിലാണ് ഇവർ കണ്ണുവെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ വീടൊന്നും ഇല്ലല്ലോ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കുമല്ലേ. അപ്പം ഒരു വീട്, അനിയത്തിക്കും അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു ചാനൽ, ഇവർക്കൊരു വീട്, ഇവർക്ക് നല്ല ഒന്നാന്തരം ഒരു കാറ്, അതോടൊപ്പം തന്നെ ഭാര്യയ്ക്കൊരു യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇത്രയും കൂടി കംപ്ലീറ്റ് ആകുന്നതോട് കൂടിയിട്ട് മാത്രമേ ഈ ഒരു പരമ്പര അവസാനിക്കത്തുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം.